ഇന്നലെ ഈ സ്റ്റേജിൽ നടക്കുന്ന പരിപാടിയിൽ പങ്കെടുത്ത ഒരു കുട്ടിയുടെ രക്ഷകർത്താവ് ബിജി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സ്മിത്, ബിജി കേൾക്കാമോ? ഞങ്ങൾ ചോദിക്കുന്നത് കേൾക്കാമോ? കേൾക്കാം. വലിയ സന്തോഷത്തോടു കൂടി ഒരു സംഘടിപ്പിക്കപ്പെട്ട പരിപാടിയാണ്. ഏറെ ദൗർഭാഗ്യകരമായ ഒരു അപകടം അവിടെ ഉണ്ടാവുകയും ചെയ്തു. നിങ്ങളൊക്കെ കണ്ടു നിൽക്കുകയായിരുന്നോ? ഈ അപകടം നേരിട്ട് കാണുകയുണ്ടായോ? ഞാൻ എറണാകുളത്ത് തന്നെയുള്ള ആളായതുകൊണ്ട് ഞാൻ എൻ്റെ മകളെ മാത്രമാണ് അവരുടെ ടീമിൻ്റെ കൂടെ വിട്ടത്. അപ്പോൾ ഇതിൻ്റെ ലൈവ് ടി വിയിൽ കാണിക്കുമോ എന്ന് കാണാൻ വേണ്ടി ഞാൻ വെക്കുമ്പോഴാണ് ഉമ്മച്ചേച്ചിയുടെ പരിക്കിനെ കുറിച്ചുള്ള വാർത്ത അറിയുന്നത്. അപ്പോൾ പിന്നീട് ആ പരിക്കിൽ നിന്നൊക്കെയുള്ള പുള്ളിക്കാരത്തിയുടെ വാർത്തകൾ കേട്ട് കഴിഞ്ഞുള്ള ഷോക്കിലാണ് ഞാൻ ഓർത്തത്. ഈ GCDയുടെ സ്റ്റേഡിയത്തിനകത്തുള്ള ഒരു കട ഞാൻ റെൻ്റ് ഔട്ട് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ എനിക്ക് GCDയുടെ നിയമങ്ങളെന്ന് പറയുന്നത് വളരെ കർശനമാണ്. അതായത് ഇപ്പോൾ GCDയുടെ ഒരു കടമുറിയിൽ നമ്മൾ ഒരു കാര്യം ചെയ്യണമെങ്കിൽ പോലും ഒരുപാട് പേപ്പർ വർക്കുകൾക്ക് ശേഷം മാത്രമേ അതിന് അനുമതി ലഭിക്കുകയുള്ളൂ. അപ്പോൾ GCDയുടെ സ്റ്റേഡിയം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര നിലവാരമുള്ളൊരു സ്റ്റേഡിയം ആയതിനാൽ അതിനകത്ത് നടക്കുന്ന വർക്കുകളുടെ കൃത്യമായ വിവരണങ്ങൾ ഇവിടുത്തെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് അടക്കം കൊടുത്ത് അതിൻ്റെ അനുമതി വാങ്ങേണ്ട ഒരു ആവശ്യം ഉള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ പരിപാടിക്ക് ഇപ്പോൾ GCDയോട് ഈ സംഘാടകർ ഈ പരിപാടിക്ക് വേണ്ടി ഈ ഗ്രൗണ്ട് ചോദിക്കുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ എസ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഇവർ ചെല്ലേണ്ടത്. എസ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ തന്നെ പരിപാടിയുടെ വിശദാംശങ്ങളെല്ലാം തന്നെ അവിടെ കൊടുക്കേണ്ടതാണ്. അതിൽ പങ്കെടുക്കുന്ന ആളുകൾ എത്രയാണ്, എങ്ങനെയാണ്, അതിൽ ടിക്കറ്റ് വെച്ചിട്ടുണ്ടോ, അങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ അവർ എസ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിനെ ബോധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ GCDയുടെ സ്റ്റേഡിയം മെയിൻറ്റെയിൻ ചെയ്യുന്ന വലിയൊരു എഞ്ചിനീയറിംഗ് വിഭാഗം തന്നെയുണ്ട്. ആ വിഭാഗത്തിന് ഇവർ നടത്തുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ മാറ്റാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ എന്തൊക്കെ ചേഞ്ചസ് ഇവർ വരുത്തും ഇതെല്ലാം വിശദമായി കൊടുത്തുകൊണ്ട് GCDയുടെ അപ്രൂവൽ എടുക്കേണ്ടതായിട്ടാണ് എൻ്റെ അറിവിൽ, എൻ്റെ പരിമിതമായ അറിവിൽ ഞാൻ പറയുകയാണ്. GCDയുടെ പെർമിഷൻ അതിനെല്ലാം അത്യാവശ്യമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഒരു തട്ടിക്കൂട്ട് സ്റ്റേജ് പോലെ ഇതിനെ വെച്ചുകൊണ്ട്, അതായത് താഴെ ഒരാൾ വീഴാൻ പോയേക്ക് നിലയില്ലാത്തതുപോലുള്ള അവസ്ഥയിലേക്ക് വരിക എന്നുള്ളതാണ്. പിന്നെ മാത്രമല്ല ഇത് നടത്തുന്നത് 12,000 കുട്ടികളാണ് ഇതിനകത്ത് പങ്കെടുക്കേണ്ടത്. ശരിയായിരിക്കാം, ചില മധ്യവയസ്കർ വരെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും കുട്ടികളടക്കം 12,000 പേര് ഈ നഗര ഹൃദയത്തിൽ എത്തുകയാണ്. ഇവിടെ എത്തുന്ന സമയത്ത് ഈ കുട്ടികളെ കൊണ്ടുവരുന്ന വാഹനങ്ങളുടെ നിയന്ത്രണം ഇത് ശരിയാണ്. ഇവിടെ ISLന്റെ കളി നടക്കുമ്പോൾ പോലും കൃത്യമായ ഗതാഗത നിയന്ത്രണം ഈ സിറ്റിയിൽ നടത്താറുണ്ട്. അന്നത്തെ ദിവസം കട ഉടമകൾക്ക് പോലും ഈ കടയ്ക്കുള്ളിലേക്ക് പ്രവേശനമില്ല. കട ഉടമകൾ സഹിതം ഇവിടെ വലിയ സെക്യൂരിറ്റി ചെക്കിൻ കഴിഞ്ഞിട്ട് ഇതിനകത്ത് ഒരു അത്യാവശ്യ കാര്യത്തിന് പോലും വരാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെയുള്ള വഴികളുടെ എല്ലാം ഗതാഗതം ഇവിടുത്തെ സെന്റർ നിയന്ത്രിച്ചുകൊണ്ടാണ് ഒരു പരിപാടി ISLന് പോലും നടത്തുന്നത്. അപ്പോഴാണ് 12,000 കുട്ടികൾ ഇവിടെ വരുന്നു, അവരെ കൊണ്ടുവരുന്ന വണ്ടി വരുന്നു. സംസ്ഥാനത്തിന്റെ ഉടനീളം വ്യാപകമായി ഇത് ഒരു ഗിന്നസ് റെക്കോർഡാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചതുപോലെ, അങ്ങനെ തന്നെ വേണം പറയാൻ. അങ്ങനെ ഇവിടെ വരുന്നു. ഇതിന് യാതൊരു ഗതാഗത നിയന്ത്രണമില്ല. ഇവിടെ പേരൻസിനടക്കം പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, 2 വിഭാഗം ടിക്കറ്റാണ് ഇവര് ഈ ബുക്ക് മൈ ഷോയിലൂടെ സംഘാടകർ കൊടുത്തിരുന്നത്. ഒന്ന്, ഈ ഗാലറിയിൽ ഇരിക്കണമെങ്കിൽ 149 രൂപയും കുറച്ചും കൂടെ അടുത്ത് കാണണമെന്നുണ്ടെങ്കിൽ 300 രൂപയുടെ, അതായത് 299 ടിക്കറ്റുമാണ് എടുക്കേണ്ടിയിരുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് സ്റ്റേഡിയം പരിചിതമായ സ്ഥലമായതുകൊണ്ടും എനിക്ക് ഈ തിരക്കിൽ വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് മകളെ ഞാൻ തന്നെ വിശ്വസ്തമായി അവരുടെ കൂടെ വിട്ടു. പക്ഷേ ഈ വിവരവും ഇതിൻ്റെ പിഴവുകൾ, അതായത് ഞാൻ പ്രതിനിധീകരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ജീവിക്കുന്ന മണ്ഡലത്തിന്റെ പ്രതിനിധി കൂടിയാണ് ഉമ്മച്ചേച്ചി. വ്യക്തിപരമായി എനിക്ക് വളരെ അടുത്ത ആളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ അപകടം കഴിഞ്ഞാൽ എൻ്റെ മകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ നിന്നുപരി അതിലെ പിഴവുകളിലേക്കാണ് ഞാൻ പോയത്. കാരണം ആ സ്റ്റേജ്, അപ്പം ഞാൻ മോള് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ മോള് പറയുന്നു, ഞാൻ ആ സ്റ്റേജ് കണ്ടപ്പോൾ തന്നെ ഓർത്തമ്മ, ഒരാൾ ഇത്ര തൊട്ടടുത്ത്, അതായത് ഇതിൻ്റെ ഒരു എൻ്റെ ടിപ്പെന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ട് ഒരു കസാര ഇട്ടതുപോലെ തോന്നിയല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പിഴവ് ശരിക്കും പറഞ്ഞാൽ GCDയുടെ എഞ്ചിനീയറിംഗ് സെക്ഷൻ എന്ന് പറയുന്നവരുടെ അനുമതി ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറയുന്നത് GCDയുടെ അനുമതി ഉണ്ടായിട്ടുണ്ടോ? അതുപോലെ തന്നെ ജില്ലാ കേന്ദ്രം ഇതിന് എങ്ങനെയാണ് പെർമിഷൻ കൊടുത്തത്? അതോടൊപ്പം തന്നെ ഇത് ഒരു പരിപാടി എന്ന നിലയിൽ അത് നടത്തുമ്പോൾ ഇത്രയധികം ആൾക്കാർ വരുമ്പോൾ ജില്ലാ ഭരണകൂടത്തിൻ്റെ അനുമതി പ്രധാനമാണ്. ഫയർ ആൻഡ് സേഫ്റ്റി, പോലീസ്, അതുപോലെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ. ഒരു കുട്ടിക്കാണ് ഇതുപോലെ ഇത് വന്നിരുന്നെങ്കിൽ എങ്ങനെ നേരിടുമായിരുന്നു? അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇതിലെല്ലാം അതിശയകരമായി തോന്നിയത് 3,500 രൂപയാണ് ഒരു കുട്ടിയോട് ഇതിന് പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട്
സംഘാടകർ വാങ്ങിയിട്ടുള്ളത്. അതിന് യാതൊരു റെസിപ്റ്റുമില്ല. ഇതിൽ സ്പോൺസർഷിപ്പിൽ വന്നതാണ് സാരി, അതായത് കല്യാൺ സിൽക്സ് സ്പോൺസർ ചെയ്യുന്നു. അതേ സ്പോൺസർ ചെയ്യുന്ന 2 ഗ്രൂപ്പുകളിൽ പ്രമുഖമായത് ജോയി ആലൂക്കാസും ഉണ്ട്. അപ്പോൾ ഇവർ 2 പേര് സ്പോൺസർ ചെയ്യുന്നു. ഈ കുട്ടികൾ ഇവിടെ വന്നിട്ട് ഇവർക്ക് കൊടുത്തത് 2 ബിസ്ക്കറ്റും ഒരിതുമാണ്. ശരി, ഭക്ഷണമൊന്നും പ്രധാനം അല്ലെങ്കിൽ പോലും എറണാകുളത്തുള്ള കുട്ടികൾ ഈ 6 മണിക്ക് പരിപാടിയിൽ പങ്കെടുക്കുന്ന കുട്ടികൾ ഈ സ്റ്റേഡിയത്തിനുള്ളിൽ കയറുന്നത് 3 മണിക്കാണ്. ഇവർ വീട്ടിലെത്തുന്നത് 11:30ക്കാണ്. അതായത് എറണാകുളം തൃക്കാക്കര എന്ന് പറയുന്ന സ്ഥലത്തുള്ള കുട്ടികൾ പോലും എത്തുന്നത് 11:30ക്കാണ്. ഇതിൻ്റെ ഇടയിലാണ് ഈ കുട്ടികൾക്ക് ആകെ കൊടുത്തത് 2 ബിസ്ക്കറ്റും ഒരു ജ്യൂസും. ഈ കുട്ടികൾ നൃത്തം കഴിഞ്ഞ് തളർന്ന ആ സ്റ്റേഡിയത്തിനുള്ളിൽ ഇരുന്നപ്പോൾ ഇതിൻ്റെ സംഘാടകർ വന്ന് പറഞ്ഞു, ഇതിന്റെ സമയപരിധി കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനി പുറത്തിറങ്ങണമെന്ന്. ഈ കുട്ടികൾ 3 മണിക്കൂറാണ് ഈ ബസ്സിന്റെ അകത്തിരുന്നത്. അതായത് ഈ നൃത്തം കളിച്ച് അവശരായ, ഭക്ഷണം പോലും കിട്ടാതെ ഈ കുട്ടികൾ ബസ്സിനുള്ളിൽ ഇരുന്നത്. ശരിക്കും GCDAക്ക് അങ്ങനെ ഒരു സമയപരിധി ഇത്ര നേരം എന്ന് പറഞ്ഞൊന്നും കൊടുക്കില്ല. GCDA നിയമം അനുസരിച്ചിട്ട് ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു ദിവസം അവർ 2 മണിക്കൂറേ ഉപയോഗിച്ചുള്ളെങ്കിൽ ചിലപ്പോൾ അന്നത്തെ ഒരു ദിവസത്തെ വാടകയായിട്ട് കണക്കൂട്ടാം. അപ്പോൾ ഈ പറയുന്ന പോലെ സംഘാടകരുടെ പിഴവിനെ കണക്കിലെടുത്തുകൊണ്ട് ഒരു നിയമപരമായ നീക്കങ്ങൾ ഇതിനകത്ത് വേണം. കുട്ടികളോട് വാങ്ങിയ പൈസയ്ക്കും ഇതുപോലെ വലിയൊരു വന്നിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചില്ലേ ഇത്രയും തുക, അതായത് 3500 രൂപ വരെ ഒരു കുട്ടി നൽകേണ്ടി വരുന്നു. ടിക്കറ്റ് നിരക്ക് അനുസരിച്ച് മാത്രമേ അകത്ത് പ്രവേശിപ്പിക്കുന്നുള്ളൂ. ഇത് ഗിന്നസ് റെക്കോർഡ് എന്നുള്ള തട്ടിപ്പ് പരിപാടിയാണ് എന്നുള്ളത് എങ്ങനെയാണ് നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കുക? ഗിന്നസ് റെക്കോർഡ് എന്നുള്ള രീതിയിൽ തന്നെയല്ല ഇത് സംഘടിപ്പിച്ചിരുന്നത്. അത് സംബന്ധിച്ചുള്ള എന്തെങ്കിലും വിശദാംശങ്ങൾ ഇതിൽ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഈ പരിപാടിയിൽ പങ്കെടുത്ത കുട്ടികൾക്ക് വിവരം ലഭിച്ചിരുന്നോ? അതോ ഇത്രയും തുക കൊടുത്തിട്ട് ഡാൻസ് സ്കൂളിൽ നിന്ന് നേരെ ഈ പരിപാടിയിലേക്ക് കൊണ്ടുപോവാണോ ചെയ്തത്? അതെ, ജൂൺ മാസത്തിലാണ് ഇങ്ങനെ ഒരു പരിപാടിയുണ്ട്. പക്ഷേ നമ്മൾ മാതാപിതാക്കളോടും കുട്ടികളോടും ഒക്കെ പറഞ്ഞത് വെച്ചാൽ ഇത് ഒരു കേരളം എന്ന് പറയുന്ന സംസ്ഥാനം തമിഴ്നാടിനെ മറികടക്കാൻ, തമിഴ്നാട് 10,000 പേരെ ഭരതനാട്യ നർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു റെക്കോർഡ് കരസ്ഥമാക്കി. കേരളം അതിനെ മറികടക്കാൻ വേണ്ടി 12,000 ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ കേരളം എന്നുള്ള വികാരത്തിലാണ് ഞങ്ങളൊക്കെ മക്കളെ വിടാൻ തയ്യാറായത്. ഓക്കെ, ഒരു ഡാൻസ് പ്രോഗ്രാമാണ്, അതിന് ഈ ചെലവ് വരുമെന്ന് പറഞ്ഞു. പക്ഷേ 3500ഓളം രൂപ കുട്ടികളോട് വാങ്ങി ഈ 12,000 കുട്ടികൾ അത് കൊടുത്തിട്ടുണ്ട്. ചില ഡാൻസ് സ്കൂളുകൾ അതിലേറെയും വാങ്ങിയിട്ടുണ്ട്. ഇവരുടെ മേക്കപ്പ് അടക്കമുള്ള യാത്രാ ചെലവുകൾ അടക്കമുള്ളത് നമ്മൾ തന്നെയാണ് ബെയർ ചെയ്തത്. അപ്പോൾ ശരിക്കും ഈ ഗിന്നസ് റെക്കോർഡ് കൊടുത്ത സമയത്ത് ഞാൻ TV-യിൽ കണ്ടത് ഈ ഗിന്നസ് റെക്കോർഡ് കിട്ടിയിരിക്കുന്നത് മൃദംഗ വിഷനാണ്. മൃദംഗ വിഷൻ എന്ന് പറയുന്നത് ഒരു സ്വകാര്യ ഏജൻസി ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോഴും എല്ലാം നോക്കുമ്പോൾ ഇതിലെ വ്യക്തമായി ആ ഗിന്നസ് റെക്കോർഡിൽ എഴുതിയിരിക്കുന്ന പേരുകളൊക്കെ വ്യക്തികളുടെയാണ്, മൃദംഗ വിഷൻ്റെയാണ്. അപ്പോൾ ഈ മൃദംഗ വിഷൻ എന്ന് പറയുന്നത് ചെക്ക് ചെയ്യുമ്പോൾ അത്ര എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു ഗ്രൂപ്പൊന്നുമല്ല. അപ്പോൾ സംസ്ഥാനത്തെ ഒരു മന്ത്രി അടക്കം അതിലേക്ക് വന്നു പങ്കെടുക്കുന്നു എന്ന് പറയുമ്പോൾ എന്തടിസ്ഥാനത്തിലാണ് അതിലേക്ക് കേരളം എന്നുള്ള നിലയിലായിരുന്നില്ലേ? അതോ ഇതൊരു സ്വകാര്യ വ്യക്തിക്ക് വേണ്ടി, സ്വകാര്യ ഗ്രൂപ്പിന് വേണ്ടി ഗിന്നസ് റെക്കോർഡിന് നമ്മൾ എന്തിനാണ് ഇത്രയും പണം ചെലവഴിച്ചതെന്നുള്ള സംശയം പോലും വരികയാണ് അവിടെ. അപ്പോൾ ഇതൊക്കെ കേരളം പോലൊരു സംസ്ഥാനത്ത് നടക്കുമ്പോൾ ഇത്രയും വ്യാപകമായ പണപ്പിരിവ് ടിക്കറ്റ് വെച്ച് നടത്തുമ്പോൾ, ശരിക്കും ടിക്കറ്റ് വെച്ച് നടത്തുമ്പോൾ അതിന് നിയമങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം അന്വേഷിച്ചുകൊണ്ട് ഇത് എങ്ങനെയാണ് ഈ പരിപാടിയിലേക്ക് എത്തിയതെന്നും നമ്മുടെ കുട്ടികളടക്കം പങ്കെടുക്കേണ്ട അവസ്ഥയിലേക്ക് വന്നതെന്നും പരിശോധിക്കേണ്ടതാണ്. ഉമ്മച്ചേച്ചി MLA-ക്ക് പറ്റിയിട്ടുള്ള പരിക്ക് നിസ്സാരമായി തോന്നുന്നുമില്ല. അത്രയും ദുഃഖകരമായിട്ടാണ് തോന്നിയത്. ശരിക്കും നമ്മളൊന്നും അതിൽ നിന്ന് മുക്തമായിട്ടില്ല. ഇങ്ങനെ ഒരു സന്തോഷമുള്ള അവസരത്തിൽ പോലും ഇങ്ങനെ സംഭവിച്ചതിൽ.